ഈ ഒരു ഐറ്റം മാത്രം മതി ട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ. കറികളൊന്നും വേറെ വേണ്ട. ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാലേ നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം. ചിക്കൻ ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ട്ടോ സേഫ്. ഇതുണ്ടാക്കാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേഷന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വേറൊരു മസാലയും ഇതിലേക്ക് ചേർക്കരുത് ട്ടോ. ചിക്കൻ അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ചുക്ക പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ പാനിൽ നിന്ന് മാറ്റാം. ചിക്കൻ മാറ്റിയതിന് ശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. വലിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി വാടി വരുമ്പോൾ 1 കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയുടെ പച്ചമണം മാറുമ്പോൾ 6-7 വെളുത്തുള്ളി അല്ലികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഉണക്കമുളകാണ്. ഉണക്കമുളക് ഞാൻ 15 എണ്ണം എടുത്തിട്ടുണ്ട്. മുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. മുളക് നന്നായി മൂത്ത് വന്നാൽ പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 കപ്പ് ചിരകിയ തേങ്ങയാണ്. തേങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങളുടെ കയ്യിൽ കൊപ്ര ഉണ്ടെങ്കിൽ അതാണ് ട്ടോ ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം മിക്സ് ചെയ്യണം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നാരകത്തിന്റെ ഇലയാണ്. വളരെ ചെറിയ ഇല ഇട്ട് കൊടുക്കാവൂ ട്ടോ, അല്ലെങ്കിൽ ചെറിയ കഷ്ണം ഇല ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് ചെറിയ കഷ്ണം പുളിയാണ്. പുളി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കാം. ഉപ്പ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അധികം ചേർക്കേണ്ടതില്ല. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ബ്രൗൺ കളറാവുന്നവരെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. തേങ്ങ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ഫ്രൈ ചെയ്ത ചിക്കൻ ആണ്. ചിക്കൻ തേങ്ങയിൽ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇതെല്ലാം തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം ട്ടോ. വെള്ളം തീരെ ഇല്ലാത്ത ഡ്രൈ ആയ ജാറിൽ വേണം ഇത് ഇടാൻ. അതുപോലെ തന്നെ നനവുള്ള സ്പൂൺ കൊണ്ട് എടുക്കരുത്. അപ്പോൾ നല്ല ചൂടുള്ള ചോറിന്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഇഷ്ടമായെങ്കിൽ കമന്റ് ഇടൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ.